പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ് അറബിക്, അറബിക് 2 ട്ടാ, ഓറിയന്റൽ സ്കൂളുകളിലെ അറബിക് അല്ലേ, അതിലെ 5ാം ക്ലാസ് അറബിക്കിൻ്റെ ഒന്നാമത്തെ പാഠഭാഗം ഏതാണ്? അസ്സമക്കത്തുൽ ആക്കില എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഉത്തരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ഇവിടെ എത്രാമത്തെ പേജിൽ അറിയോ? പേജ് നോക്കുമ്പോൾ 13ാമത്തെ പേജിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്. എന്താണ്? ഇവിടെ നോക്കൂ. നുക്കുമെലിൽ ഖിസ്സ ബികലിമാത്തിൻ മുനാസിബ. കഥ അനുയോജ്യമായ വാചകങ്ങൾ വെച്ച് പൂർത്തിയാക്കണം. ഏതാ വാചകങ്ങൾ? നമുക്ക് നോക്കാം. നിങ്ങൾ പറയാനോട്ടോ ഉത്തരം. സയ്യാദാനി. സയ്യാദാനി രണ്ട് എന്താണ്? രണ്ട് ഫിഷേഴ്സ് അല്ലേ, വേട്ടക്കാർ എന്നർത്ഥം കേട്ടോ. അതായത് മീൻ പിടിക്കുന്ന ആളുകൾ. സയ്യാദാനി. സഗീറത്തുൻ ചെറിയ. ഗദൻ നാളെ. അൽ ജദുവൽ എന്താ? ജദുവൽ തോട്. അൽ ഹിജാറ കല്ല്. നജത്ത് രക്ഷപ്പെട്ടു. കൽ മയ്യത്ത്. കൽ മയ്യത്ത് മയ്യത്ത് പോലെ അല്ലേ, മരിച്ച പോലെ. അപ്പൊ നമ്മൾ പാഠഭാഗം പഠിച്ചിട്ടുണ്ടാവും മക്കളല്ലേ. ഈ കഥ നമ്മൾ പഠിച്ച ആ കഥയുണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു പാരഗ്രാഫ് പോലെ നൽകിയിട്ടാണ്. ആ പാരഗ്രാഫ് നിങ്ങൾ ഈ വാചകങ്ങൾ വെച്ച് പൂർത്തിയാക്കണം. അപ്പൊ മക്കൾ പറഞ്ഞു നോക്കൂ, എങ്ങനെയൊക്കെ നമുക്ക് ശരിയാക്കാം. കാനത്ത് ഫി ഖറിയത്തിൻ, ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. മതാ ബിർക്ക. ബിർക്കത്തുൻ എന്താ വരിക? ബിർക്കത്തിന് പറ്റിയ വാക്ക് ചെറിയ കുളം അല്ലേ. ബിർക്കത്തുൻ സഗീറത്തുൻ എന്ന് നമുക്കിവിടെ ചേർക്കാം അല്ലേ. പിന്നെ ഫിൽ ബിർക്കത്തി, ഈ കുളത്തിൽ സമകാത്തുൻ മത്സ്യങ്ങളുണ്ട്. യൗമൻ ഒരു ദിവസം. വസല. വസല വന്നു. മൻ വസല, ആരാണ് വന്നത് അവിടേക്ക്? രണ്ട് മീൻപിടുത്തക്കാർ അല്ലേ. അപ്പൊ സയ്യാദാനി എന്നാ വരിക അല്ലേ. അടുത്തോ ഇലൽ ബിർക്ക, ബിർക്കയിലേക്ക് വന്നു. കാല അഹദുഹുമ, അവരിൽ ഒരാൾ പറഞ്ഞു, ഫി ഹാദിഹിൽ ബിർക്ക, ഈ ബിർക്കയിൽ എന്തുണ്ട്? സമക്കാത്തുൻ. സമക്കാത്തുൻ എന്താണ്? മീനുകൾ. കസീറ, ധാരാളം മീനുകളുണ്ട്. ഫഖാല സ്വദീഖുഹു, അപ്പോ അവന്റെ കൂട്ടുകാരൻ പറഞ്ഞു, നദ്ഹബുൽ ആൻ, നമുക്ക് ഇപ്പൊ പോകാം. വനഅതി, നമുക്ക് വരാം. എപ്പോ വരാം എന്നാ പറഞ്ഞത്? നാളെ. നാളെ എന്നുള്ളതിന് വാക്ക് സാറ് പറഞ്ഞില്ലേ, ഗദൻ അല്ലേ. സുമ്മ ലിസൈദി സമക്കാത്ത്, മീൻ പിടിക്കുന്നതിന് വേണ്ടി നാളെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ സമയത്തി സമക്കാത്ത്, നമ്മുടെ മീനുകൾ കേട്ടു. കലാമ സയ്യിദ്, സയ്യാദൈനി, രണ്ട് മീൻപിടുത്തക്കാരുടെ സംസാരം കേട്ടു. ഫദഹബത്ത് സമക്കത്തുൻ, അപ്പൊ ഒരു മീൻ പോയി. ഇല, എവിടേക്കാ പോയി? അടുത്ത തോട്ടിലേക്ക് അല്ലേ. അപ്പൊ ഇലൽ ജദുവലിൽ ഖരീബ് എന്ന് ചേർക്കാം. വസല സയ്യാദാനി, അങ്ങനെ രണ്ട് മീൻപിടുത്തക്കാര് എത്തി. ഫിൽ യൗമി താലി, പിറ്റേ ദിവസം. ബിഷബക്ക, എന്തുമായിട്ടാ വന്നത്? വലയുമായിട്ട് വന്നു. അപ്പോ ഫതമത് സമക്കത്തുൻ, രണ്ടാമത്തെ മീൻ പാറിക്കടന്നു അല്ലെ. ഫൗക്കൽ മാ, വെള്ളത്തിന്റെ മുകളിൽ എങ്ങനെയാ കിടന്ന്? കൽ മയ്യത്തി, മയ്യത്തിനെ പോലെ കിടന്നു അല്ലേ. അടുത്തതോ അഹദ സയ്യാദ് സമക്ക, അങ്ങനെ എന്താണ്? സയ്യാദ് സമക്ക തുടങ്ങി. എന്ത്? അല്ല, അഹദ സയ്യാദുൻ, സയ്യാദ് എടുത്തു. സമക്ക, ആ മീനിനെ അല്ലെ, പാറിക്കിടന്ന മീനിനെ എടുത്തു. വളഅഹ, വെച്ചു. എവിടെ വെച്ചു? കല്ലിന്റെ മുകളിൽ അല്ലേ. ഇവിടെ ഏതാ വാക്ക്? ഹിജാറ. അലൽ ഹിജാറ എന്ന് വരും. വസബത്തി സമക്കത്തു, അങ്ങനെ എന്ത് ചെയ്തു? കല്ലിൽ വെച്ചപ്പോ മീൻ എന്ത് ചെയ്തു? ചാടി. ഇലൽ ജദുവൽ, ആ തോട്ടിലേക്ക് ചാടിപ്പോയി. അങ്ങനെ അത് രക്ഷപ്പെട്ടു അല്ലേ. അപ്പൊ വനജത്ത് എന്ന് വരും അല്ലേ. അങ്ങനെ ഹലക്കത്ത് സമക്കത്തുൻ വാഹിദ, രണ്ടാമത്തെ ഒരു മീൻ എന്താണ്? പെട്ടു, നശിച്ചുപോയി. ബിസബബി ഗഫലത്തിഹ, അവന്റെ വിവരക്കേട് കൊണ്ട് എന്താണ്? പ്രശ്നത്തിലാകപ്പെട്ടു. അതാണ് കഥ അല്ലേ. ഇതിന്റെ വാക്കുകൾ അതുപോലെ പൂരിപ്പിക്കാം. അടുത്ത ഇതാണ് നുറാജൽ ഖിസ്സ വ നുജീബ് അൻ അസ്ഇല. ഈ കഥ നോക്കിയിട്ട് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്തണം. അയിന കാനത്തി സമക്കാത്ത്, മീനുകൾ എവിടെയായിരുന്നു?
എവിടെയായിരുന്നു അല്ലേ? ഫിൽ ബിർക്ക. എന്താ ഫിൽ ബിർക്ക. അത്രയും കൊടുത്ത അതിൻ്റെ ഉത്തരമായി അല്ലേ? കുളത്തിലായിരുന്നു. ലിമ ജാ സയ്യാദാൻ, എന്തിനാണ് രണ്ട് മീൻപിടുത്തക്കാർ വന്നത്? ഇതിലുണ്ടല്ലോ മീൻ പിടിക്കാൻ വേണ്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം കൊടുക്കാം? ലി സ്വൈരി സമക്കാത്സ്, ഈ ഉത്തരം കൊടുക്കാം. ശരിയല്ലേ? അടുത്ത മൂന്നാമത്തെയോ? മാതാ ഐന ദഹബത്തി സമക്കത്തിൽ ഊല, ഒന്നാമത്തെ മീൻ എങ്ങോട്ടാണ് പോയത്? ലിമ, എന്തുകൊണ്ടാണ് പോയത് അല്ലേ? എന്തുകൊണ്ടാണ് പോയത്? അപ്പൊ അതിന്റെ ഉത്തരം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഇത് ക്വസ്റ്റ്യനിലെ വാക്ക് നമുക്ക് എഴുതാം. ദഹബത്തി സമക്കത്തിൽ ഊല എന്ന് ആദ്യം എഴുതുക. ദഹബത്തി സമക്കത്തിൽ ഊല, ഒന്നാമത്തെ മീൻ പോയി. എവിടേക്ക് പോയി എന്ന് കൂടെ എഴുതണം? ഇലൽ ജദ്വലിൽ കരീബ്. ജദ്വൽ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ ഇലൽ ജദ്വലിൽ കരീബ്, അടുത്തുള്ള എന്താണ് തോട്ടിലേക്ക് പോയി. എന്തിനാ പോയത്? ഈ കരീബ് കഴിഞ്ഞിട്ട് ഒരു വാക്ക് കൂടി ചേർക്കണം. അത് സാർ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ലി തഞ്ചു അല്ലേ? ലി തഞ്ചു, രക്ഷപ്പെടുന്നതിന് വേണ്ടി. മിന സയ്യാദൈനി, മിന അസയ്യാദൈനി, ആ മീൻപിടുത്തക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി മാതാ ഫാലത്തി സമക്കത്തി സാനിയ, രണ്ടാമത്തെ മീൻ എന്ത് ചെയ്തു? എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? തൊഫത്ത് അല്ലേ? അല്ലേ? തൊഫത്ത് സമക്കത്തുൻ ഫൗക്കൽ മാ, വെള്ളത്തിന്റെ മുകളിൽ പാറിക്കടന്നു. കൽ മയ്യിത്തി, കൽ മയ്യിത്തി എന്ന് ഇവിടെയുണ്ട്. അപ്പോ തൊഫത്ത് സമക്കത്തുൻ ഫൗക്കൽ മാ കൽ മയ്യിത്തി, ഇങ്ങനെയും എഴുതാം. എന്താണ് ഇവിടെ കൊടുക്കാം? തൊഫത്ത് അസമക്കത്തു സാനിയ എന്നും കൊടുക്കാം. തൊഫത്ത് അസമക്കത്തു സാനിയ ഫൗക്കൽ മാ കൽ മയ്യിത്തി എന്നും ഉത്തരം എഴുതാം കേട്ടോ. ഇനി ഹൽ നജത്ത് സമക്കത്ത് സാലിസ, മൂന്നാമത്തെ മീൻ രക്ഷപ്പെട്ടോ? ഇല്ലല്ലോ. അപ്പല്ല ല എന്ന് എഴുതണം ഉത്തരം. ബിമ, എന്തുകൊണ്ട് എന്ന്. അപ്പൊ അതിന്റെ ഉത്തരം കൊടുക്കണം ഹലക്കത്ത് സമക്കത്തു സാലിസ. ഇവിടെ എന്ത് വേണം? സമക്കത്തിന്റെ സ്ഥാനത്ത് എന്ത് വേണം? ഹലക്കത്തി സമക്കത്ത് സാലിസ, ഹലക്കത്തി സമക്കത്തു സാലിസ ബിസബബി ഗഫലത്തിഹ എന്ന് കൊടുക്കാം കേട്ടോ. ആദ്യം ലാ എന്ന് എഴുതണം, പിന്നെ ഹലക്കത്തി സമക്കത്തി സാലിസ ബിസബബി ഗഫലത്തിഹ കൊടുക്കാം. ഓക്കെ. മാ ഇബറത്തു ഹാദിഹിൽ കിസ്സ, ഈ കഥയുടെ എന്താണ് ഗുണപാഠം? എന്താണ് ഇതിന്റെ ഗുണപാഠം? സ്വയം രക്ഷയാണല്ലേ? അപ്പൊ ഹിഫുലുൻ നഫ്സ് ഇവിടെ എഴുതി കാണിക്കുന്നത് കണ്ടോ. ഹിഫുലുൻ നഫ്സ് ബിദ്ദകാ, ബുദ്ധിപരമായി സ്വന്തത്തെ സംരക്ഷിക്കണം കേട്ടോ. ഹിഫുലുൻ നഫ്സ് ബിദ്ദകാഇൽ അമലി എന്ന് കൊടുക്കാം. പ്രായോഗിക ബുദ്ധി കൊണ്ട് സ്വന്തം തടി രക്ഷിക്കണം എന്നാണ് നമ്മളിതിൻ്റെ ഇബറയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യാം കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.